നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPI നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ രൂക്ഷ വിമർശനമായി ഉയർന്നത്. ഏരിയ കമ്മിറ്റി യോഗങ്ങളിലേക്ക് കടക്കുന്നതോടെ വിമർശനം കൂടുതൽ കടുക്കുകയാണ്. CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. നിലവിലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടില്ലെങ്കിൽ പാർട്ടിയുടെ അന്ത്യം കാണുമെന്നാണ് വിമർശനം. പയ്യന്നൂരിലെ സംഘടനാ വിഷയം തൃക്കരിപ്പൂരിലെ തോൽവിക്ക് പ്രധാന കാരണമായെന്നാണ് ഏരിയ കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തൽ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. KK രാഗേഷ് നേതാക്കളുടെ പെട്ടു തൂങ്ങിവന്ന അമൂൽ ബേബിയാണെന്നാണ് യോഗത്തിലെ പരാമർശം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു. P ജയരാജനും KK ശൈലജയും നേതൃനിരയിലേക്ക് വരണമെന്ന ആവശ്യവും ഉയർന്നു. P ജയരാജൻ പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് വിമർശനമുണ്ടായത്. കോഴിക്കോട് ജില്ലയിലെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ ഡാഷ് മോനെ രേവന്ത പ്രയോഗം തിരിച്ചടിയായെന്ന വിമർശനമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ശൈലി ഒഴിവാക്കണമെന്നായിരുന്നു ഉയർന്നുവന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. എന്തായാലും രേവന്ത് റെഡ്ഡിക്ക് കേരളത്തിൽ വലിയ ഫാൻ ബേസ് ഉണ്ട് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഒരു അന്യ സംസ്ഥാനത്തുള്ളതാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പിണറായി വിജയൻ ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ അടുത്ത തവണയും പാർട്ടി തിരിച്ചു വരില്ലെന്ന വിമർശനവുമുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ സ്വേച്ഛാധിപത്യപരമായാണ് പെരുമാറുന്നതെന്നും ആളുകളെ കണ്ടാൽ ചിരിക്കില്ലെന്നും ജനങ്ങളോട് പാർട്ടി ഒരുപാട് അകന്നു പോയി എന്ന വിമർശനം ഉയരുന്നുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നത് സമ്മതിക്കാം, എന്നാൽ പോളിറ്റ് ബ്യൂറോയുടെ പിന്തുണയോടുകൂടി പ്രതിപക്ഷ നേതാവാകേണ്ടതിൻ്റെ ആവശ്യം ഇല്ല എന്നും തലമുറ മാറ്റം പാർട്ടിക്കുള്ളിൽ വേണമെന്നുമുള്ള കാര്യങ്ങൾ കുറച്ചധികം ദിവസങ്ങളായി അണികൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, പിണറായി വിജയന് ധർമ്മടം അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചെങ്കിലും ആദ്യഘട്ടത്തിലൊക്കെ ലീഡിൽ വളരെ പിറകോട്ട് പോവുകയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലീഡ് നിലനിർത്തുകയും ചെയ്യുന്ന സമയത്തൊക്കെ വലിയ ആശങ്ക വരെ ഉണ്ടായിരുന്നു. അത്രയും അധികം ജനപിന്തുണ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രായാധിക്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനൊക്കെ ഉപരിയായി പിണറായി വിജയനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു CPMൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ആ തെരഞ്ഞെടുപ്പ് പ്രചരണം ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി മനസ്സിലായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ തന്നെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് അണികൾ പറയുന്നത്. MV ഗോവിന്ദനെതിരെയും കടുത്ത വിമർശനമുണ്ടായി. തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിച്ചതിലാണ് MV ഗോവിന്ദനെതിരെ വിമർശനമുണ്ടായത്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനെ മത്സരിപ്പിക്കേണ്ടതായിരുന്നില്ല എന്നും KK ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നു എന്നും അംഗങ്ങൾ പറയുന്നുണ്ട്. അതേസമയം കനത്ത തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുകയാണ് CPM. ലോക്കൽ കമ്മിറ്റികൾക്കാണ് 34 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ചോദ്യാവലി നൽകിയിരിക്കുന്നത്. ഓരോ ലോക്കൽ കമ്മിറ്റിയും റിപ്പോർട്ട് തയ്യാറാക്കി ചർച്ച ചെയ്ത് ഉടൻ തന്നെ ഏരിയ സെന്ററുകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം. പരാജയ കാരണം അണികളിൽ നിന്നും കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള അഭിപ്രായം സ്വരൂപിക്കുന്നതിനായി ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യാവലിയിൽ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നേതൃത്വത്തിനുണ്ടായ വീഴ്ചയെക്കുറിച്ചോ ഭരണതലത്തിലുണ്ടായ വീഴ്ചകളെക്കുറിച്ചോ ചോദ്യങ്ങളില്ല. ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് അണികൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ തലത്തിലേക്കൊന്നും കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് CPM നേതൃത്വം പറഞ്ഞു വയ്ക്കുന്നത്.